എന്താണ് കൽബ് കൊണ്ട് എതിർക്കുക എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. നീ കൽബ് കൊണ്ട് എതിർത്തു എന്നുള്ളതിന് അത് ആ ദുർബലമായ ഈമാനിന്റെ അവസ്ഥ നിനക്ക് ബാക്കി നിൽക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നിനക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അൻ യക്റഹൽ മുൻകർ, ഒന്നാമത് ആ തിന്മയെ നീ വെറുക്കേണ്ടതുണ്ട്. തിന്മയോടൊരു സ്നേഹം ഉണ്ടാവുക അതൊരിക്കലും പാടില്ല. ആ തിന്മയെ വെറുക്കേണ്ടതുണ്ട്, അടിസ്ഥാനപരമായി തിന്മയെ വെറുക്കണം. 2, വയ്യക്ര ഉപ്പുവാകും, അതവിടെ സംഭവിക്കുന്നത് നീ വെറുക്കണം. ഒരാൾ മദ്യപിക്കുന്ന കാര്യം, ആ മദ്യം എന്ന് പറയുന്ന കാര്യത്തിനോട് നിനക്ക് വെറുപ്പുണ്ടാകണം. ആ വ്യക്തി അവിടെ മദ്യപിച്ച് അവിടെ ഇരിക്കുക എന്നുള്ള ആ പ്രവൃത്തിയോട് നിനക്ക് വെറുപ്പുണ്ടാകണം. ആ സാധനം നിനക്ക് വെറുക്കണം, അവിടെ സംഭവിക്കുന്നത് വെറുക്കണം. 3-ാമത്തത് അവർ പറയുന്നു നിനക്ക് അവിടെ നിന്ന് എണീറ്റ് പോരാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നീ എണീറ്റ് തന്നെ പോകണം. എണീറ്റ് പോകാൻ പറ്റാന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നിയിട്ടില്ല എന്നല്ല, എണീറ്റ് പോകാൻ നിനക്ക് സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നീ എണീറ്റ് പോകണം. എല്ലായിടത്തും ചിലപ്പോൾ എണീറ്റ് പോകില്ല. ഒരു ഫ്ലൈറ്റിൽ ഒരു മുൻകർ നടന്നാൽ നമുക്ക് അവിടെ ചിലപ്പോൾ എണീറ്റ് പോകാൻ സാധിക്കണം എന്നില്ല, അല്ലേ? എന്നാലും ഒരു കല്യാണ വീട്ടിൽ ഒരു ഹറാമുകൾ പരസ്യമായി നടക്കുകയാണെങ്കിൽ ഒരാൾക്ക് അവിടെ നിന്ന് എണീറ്റ് പോകാം, അവിടെ ഇരിക്കേണ്ട ബാധ്യതയില്ല. ഹറാമുകൾ നടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം. അപ്പോൾ ഒരാൾക്ക് എഴുന്നേറ്റ് പോകാൻ സാധിക്കുമെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും വേണം. ഈ 3 കാര്യങ്ങളും അവൻ ചെയ്യേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങളും അവൻ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, കൽബ് കൊണ്ട് വെറുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഫർദ് ഐനാണ്. ഇപ്പൊ നാവ് കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യുക, ചില സ്ഥലത്ത് പറയാൻ പറ്റൂല. അതിന്റെ പേരിൽ കുറ്റക്കാരനല്ല. കാരണം എല്ലാവരുടെ ഈമാൻ അത്ര ശക്തമായ ഈമാനൊന്നും ആയിരിക്കുകയില്ല. ചില ആളുകൾക്ക് പറയാൻ സാധിക്കുകയില്ല, അവരുടെ പേടി. ഇതൊക്കെ എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ചില കാര്യങ്ങളും തടയും. ഖൈറുകളിൽ നിന്നുള്ള തടയുന്ന പേടിയാണ്. ആ പേടി ഒരാൾക്ക് ഉണ്ടാകേണ്ടതില്ല. എന്നിരുന്നാലും ശരി, അയാൾ അത് മനസ്സുകൊണ്ട് വെറുത്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നതായിരിക്കും. മനസ്സുകൊണ്ട് വെറുക്കുക എന്നുള്ളത് എല്ലാവരുടെ മേലും ബാധ്യതയാണ്. കാരണം ആരെയും പേടിക്കാനുള്ളത് ഒരു തിന്മയെ വെറുക്കാൻ വേണ്ടി ആരെയും പേടിക്കാനില്ല. ആ തിന്മ അവിടെ സംഭവിക്കുന്നവന് വെറുക്കണം. തിന്മ ഉണ്ടാകണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഗൗരവമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരു തിന്മ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നതിനോട് യാതൊരു പ്രയാസമില്ല. നമ്മളറിയാം, ഇവിടെ അടുത്തൊരു വലിയ തോന്നിവാസം നടക്കാൻ പോവാൻ, വളാഞ്ചേരി ടൗണിൽ ഒരുപാട് ഹറാമുകൾ നടക്കാൻ പോകുന്ന വലിയൊരു സംഗീത പരിപാടി നടക്കാൻ പോവാൻ. നമുക്ക് എന്തായാലും പോയി ഇപ്പോൾ കൈകൊണ്ട് എടുത്ത് മാറ്റാനൊന്നും സാധിക്കുകയില്ല. നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ചിലപ്പോൾ ഉണ്ടാവുകയില്ല. അതിന് വേണ്ടപ്പെട്ട അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ പറ്റും, അതിന് അധികാരം മറ്റൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ പറ്റിയേക്കാം. നമുക്ക് പിന്നെയുള്ള വഴി ആ കാര്യം, ഒരു സംഗീതത്തെ വെറുക്കുക. അത് നമ്മൾ അങ്ങാടിയിൽ ഉണ്ടാകുന്നതിന് അതിനെക്കുറിച്ച് നമ്മൾ വെറുക്കുക. ഒരിക്കലും നമ്മൾ അവിടെ പോയി ഇരിക്കാൻ പാടില്ല, അല്ലെ? നമ്മളെങ്ങാനും ഉള്ള സമയത്താണ് അവിടെ നടക്കുന്നത്, അവിടെ നിന്ന് എണീറ്റ് പോരണം, ആ ഭാഗത്ത് പോയി ഇരിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങളും ഒരാൾ കൽബ് കൊണ്ട് വെറുക്കുക എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ്. അതല്ലാതെ കൽബ് കൊണ്ട് വെറുത്തെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് കൽബ് കൊണ്ട് വെറുക്കുക എന്നിട്ട് അവിടെയൊക്കെ പോയി ഇരിക്കുക, അല്ലേ? അതൊരിക്കലും ശരിയായ നിലപാടല്ല. നമ്മൾ സംഗീതത്തെ വെറുക്കുന്നുണ്ടെങ്കിൽ ഒരു സംഗീതം ഒരു കല്യാണ വീട്ടിൽ തകൃതിയായിട്ട് അവിടെ ഉണ്ടാക്കുകയാണ്, നമുക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മളവിടെ ചിരിച്ചോടെ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ തിന്മയോട് സഹകരിക്കുന്നു എന്നാണ് അതിനർത്ഥം. നമുക്ക് ആ തിന്മ ഒരു പ്രശ്നമല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ സംഗീതത്തെ കുറിച്ചിട്ടൊക്കെ വളരെ ഗൗരവത്തിൽ അതിന്റെ അപകടത്തെ കുറിച്ചൊക്കെ പറയാം. എന്നിട്ട് ഒരു സ്ഥലത്ത് സംഗീതം ഉണ്ടാകും, നമുക്ക് യാതൊരു കുഴപ്പമില്ല, നമ്മൾ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അതൊരിക്കലും ശരിയായ നിലപാടല്ല. നമ്മൾ അതിനോട് വെറുപ്പ് വേണം, അത് സംഭവിക്കുന്നതിനോട് വെറുപ്പ് വേണം. അവിടെ നമുക്ക് സാധിക്കുമെങ്കിൽ ഒരിക്കലും നമ്മൾ ഇരിക്കാനും പാടില്ല, അത് എണീറ്റ് പോകണം.